നമുക്ക് നോക്കാം. ഇനി കുറച്ച് പൊളൈറ്റ് ഫ്രേസസ് കൂടി നമുക്ക് പഠിക്കാം. പറഞ്ഞ സമയത്തിന് വരാത്തതിൽ എന്നോട് ക്ഷമിക്കൂ. പറഞ്ഞ സമയത്തിൽ വരാൻ പറ്റാത്തതിൽ അല്ലെങ്കിൽ വരാത്തതിൽ എന്നോട് ക്ഷമിക്കൂ എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം? കുറച്ച് വലിയ സെന്റൻസ് ആക്കി നമുക്കത് പറഞ്ഞു നോക്കാം. പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജീസ് ഫോർ നോട്ട് കീപ്പിംഗ് ദ അപ്പോയിന്റ്മെന്റ്. അപ്പോയിന്റ്മെന്റ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റാത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും സ്വീകരിച്ചാലും എന്നാണ്. പറഞ്ഞ സമയത്തിന് വരാത്തതിന് എന്നോട് ക്ഷമിക്കൂ. ഇത് പറയുന്നു അതേപോലെ ഇംഗ്ലീഷിന് ട്രാൻസ്ലേഷൻ അല്ല. ആ സാഹചര്യവും ആ സമയത്ത് പറയുന്ന ഇംഗ്ലീഷിന്റെ ശൈലിയുമാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞ സമയത്തിന് വരാത്തതിന് എന്നോട് ക്ഷമിക്കൂ എന്നെങ്ങനെ പറയാം? പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജീസ് ഫോർ നോട്ട് കീപ്പിംഗ് ദ അപ്പോയിന്റ്മെന്റ്. ഓക്കെ, അടുത്ത് നോക്കുക. നിശ്ചിത സമയത്ത് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, അതിന് എന്നോട് ക്ഷമിക്കണം. Could you please pardon me for not keeping the appointment? നിശ്ചിത സമയത്ത് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, അതിന് എന്നോട് ക്ഷമിക്കണം. എങ്ങനെ പറയാം? നിശ്ചിത സമയത്ത് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? Could you please pardon me for not keeping the appointment? Could you please pardon me for not keeping the appointment? അടുത്ത് നോക്കാം. എന്നോട് ക്ഷമിച്ചാലും ഞാൻ താമസിച്ചു പോയി. Excuse me for being late. Excuse me for being late. ഓക്കെ, അടുത്ത് നോക്കുക. എനിക്ക് വേണ്ടി മാപ്പ് പറഞ്ഞേക്കൂ. അതായത് നമ്മൾ മറ്റൊരാളോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് ഒരാളോട് പറയുകയാണ്, പറഞ്ഞു പറയിപ്പിക്കുക. ഇതെങ്ങനെ പറയാം? എനിക്ക് വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞേക്കൂ, അവരോട് എനിക്ക് വേണ്ടിയിട്ട് മാപ്പ് പറയൂ എന്നെങ്ങനെ പറയാം? ബെഗ് മൈ അപ്പോളജീസ്. ബെഗ് മൈ അപ്പോളജീസ് എന്നാണ് പറയേണ്ടത്. അതായത് ക്ഷമ യാചിച്ചാലും, എനിക്ക് വേണ്ടി ക്ഷമ യാചിച്ചാലും. ജസ്റ്റ് ഫ്രേസ് ആണ്. ഓക്കെ, ചെറിയ വാക്യങ്ങളാണത്. തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. ഇറ്റ് വാസ് ബൈ മിസ്റ്റേക്ക്. അതൊരു മിസ്റ്റേക്കിൽ പറ്റിപ്പോയതാണ്. ഇറ്റ് വാസ് ബൈ മിസ്റ്റേക്ക്. പ്ലീസ് എക്സ്ക്യൂസ് മീ. തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. ഇറ്റ് വാസ് ബൈ മിസ്റ്റേക്ക്. പ്ലീസ് എക്സ്ക്യൂസ് മീ എന്നാണ് പറയേണ്ടത്. എനിക്ക് വളരെ ഖേദമുണ്ട്, എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഇക്കാര്യത്തിൽ. ഐ എം വെരി സോറി. എനിക്ക് വളരെ ഖേദമുണ്ട്. ഐ എം വെരി സോറി. ഓക്കെ, അടുത്ത് നോക്കാം. ഞാൻ തടസ്സപ്പെടുത്തിയതിന് ക്ഷമിക്കണം. അതൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അയാളെ തടസ്സപ്പെടുത്തിയതിന് ക്ഷമിക്കണം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എക്സ്ക്യൂസ് മീ, ഐ ഹാവ് ഡിസ്റ്റർബ് ചെയ്തു, സോറി, ക്ഷമിക്കണം. എന്നെ പറയാൻ അനുവദിച്ചാലും ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ പറയുകയാണ്, എന്നെ ഒന്ന് പറയാൻ അനുവദിച്ചാലും അതിന് നമ്മൾ എന്ത് പറയും? അലോ മീ ടു സേ. അലോ മീ നമ്മൾ ഓൾറെഡി പഠിച്ചു. അനുവദിച്ചാലും. അപ്പോൾ എന്നെ പറയാൻ അനുവദിച്ചാലും അലോ മീ ടു സേ. അടുത്ത് നോക്കുക. ദയവായി ശ്രദ്ധിക്കൂ. ഒന്ന് ശ്രദ്ധിക്കണേ. സാധാരണ ലിസൺ മീ എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ നോക്കാം, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സെന്റൻസ് നോക്കാം. മേ ഐ ഹാവ് യുവർ അറ്റൻഷൻ. നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക് ഒന്ന് തരാമോ? മേ ഐ ഹാവ് യുവർ അറ്റൻഷൻ. ദയവായി ശ്രദ്ധിക്കൂ. അപ്പൊ ദയവായി ശ്രദ്ധിക്കൂ എന്ന് മലയാളത്തിൽ പറയുന്നതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് മേ ഐ ഹാവ് യുവർ അറ്റൻഷൻ എന്ന്. അടുത്ത് നോക്കാം. ഇത് നിങ്ങളുടേതാണെന്ന് വിചാരിച്ചോളൂ. നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് പറയാണ്, നീ ഇപ്പോ എന്റെ വീട് നിന്റെ വീട് എന്നൊന്നും കരുതണ്ട. വൈഫിനോട് പറയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലവറിനോട് പറയാണ്, ഇത് നിന്റെതൊന്നൊന്നുമില്ല, നമ്മളെല്ലാവരും നമുക്ക് ഇത് നിന്റേതാണെന്ന് തന്നെ നീ അങ്ങ് കരുതിക്കൊള്ളൂ, വിചാരിച്ചോളൂ എന്ന് നമ്മൾ എങ്ങനെ പറയും? ഇറ്റ്സ് ഓൾ യുവേഴ്സ്. ഇതെല്ലാം നിങ്ങളുടേതാണ്. ഇറ്റ്സ് ഓൾ യുവേഴ്സ്. മനസ്സിലായി? ഇത് നിങ്ങളുടേതാണെന്ന് വിചാരിച്ചോളൂ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ്സ് ഓൾ യുവേഴ്സ്. ഇത് നിങ്ങളുടേതാണ്. ഇതെല്ലാം നിങ്ങളുടേതാണ്. ഇറ്റ്സ് ഓൾ യുവേഴ്സ്. ഇതെല്ലാം നിങ്ങളുടേതാണെന്ന് വിചാരിച്ചോളൂ. എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുമോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? Will you permit me to speak? എന്നെ സംസാരിക്കാൻ അനുവദിക്കുമോ? ഓക്കെ. നിങ്ങളുടെ ജോലിയിൽ ഞാൻ കൂടെ സഹായിക്കട്ടെയോ? ഞാൻ കൂടെ സഹായിച്ചോട്ടെ നിങ്ങളുടെ ജോലിയിൽ ഞാൻ കൂടെ സഹായിച്ചോട്ടെ. എങ്ങനെ ചോദിക്കും? Let me help you in your work. നിങ്ങളുടെ ജോലിയിൽ ഞാൻ സഹായിക്കട്ടെ. Let me help you in your work. Okay. നോക്കാം. അല്പം ഒന്ന് നീങ്ങിയിരിക്കാമോ? Do you mind moving a bit? നിങ്ങൾക്ക് ഒരു പ്രയാസമാവോ? ഒന്ന് അല്പം നീങ്ങിയിരിക്കാമോ? അങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, നീങ്ങിയിരിക്കാമോ? മൂവിങ് എ ബിറ്റ് എന്നല്ല. മൂവിങ് എ ബിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷാണ്, ഈ മലയാളത്തിന്റെ ട്രാൻസ്ലേഷനാണ്. പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്ന കുറച്ച് വിനയത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത്. Would you mind moving a bit? ഒന്നും നീങ്ങിയിരിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? ഒന്ന് നീങ്ങിയിരിക്കാമോ എന്നാണ്. അപ്പൊ അല്പം ഒന്ന് നീങ്ങിയിരിക്കാമോ എന്ന് എങ്ങനെ ചോദിക്കും? Would you mind moving a bit? ഓക്കെ, അത് നോക്കാം. ദയവായി സാവകാശം സംസാരിക്കുമോ?
കുറച്ചൊന്ന് സാവകാശം സംസാരിക്കുമോ? നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞാണ്, ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് അതേ സെന്റൻസ് തന്നെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. Could I ask you to speak slowly? Could I ask you to speak slowly? ഇത് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു. എങ്ങനെയാ പഠിച്ചത്? Could you please speak a little slower? എന്ന് പഠിച്ചു അല്ലേ? Could you please speak a little slower? ഇപ്പൊ നമുക്ക് വേറൊരു സെന്റൻസ് നമുക്ക് വേറെ രീതിയിൽ പറയാം. Could I ask you to speak slowly? ഞാൻ നിങ്ങളോടൊന്ന് പതുക്കെ പറയാൻ വേണ്ടിയിട്ട് ചോദിച്ചോട്ടെ. അങ്ങനെയാണ്. ദയവായി സാവകാശം സംസാരിക്കുമോ എന്ന് ചോദിക്കുന്നതാണ്. Could I ask you to speak slowly? ഞാൻ ചോദിച്ചോട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. Could I ask you to speak slowly? എന്നാണ്. അതുപോലെ നമുക്ക് വേറെ രീതിയിലും ഉപയോഗിക്കാം. ഈ ഭാഷ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. മലയാളത്തിൽ തന്നെ നമ്മൾ സംസാരിക്കുന്നത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് പോലെ തന്നെ അതിന്റെ ഭാഷയിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഘടനകൾ വ്യത്യാസപ്പെടുമെങ്കിലും ആശയത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതെല്ലാം ആശയം ഒന്ന് തന്നെയായിരിക്കും, ഘടന ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളൂ. അപ്പോൾ could you please speak a little slower എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. പ്ലീസ് കുറച്ച് പൊളൈറ്റ് എക്സ്പ്രഷൻസിന്റെ വേർഡ്സ് നമ്മൾ പഠിച്ചു, അത് വെച്ചുണ്ടാക്കുന്ന സെന്റൻസുകൾ നമ്മൾ പഠിച്ചു, അതിന്റെ മീനിങ്സ് നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഈ കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് കേൾക്കുകയും സെന്റൻസുകളെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ഓർക്കുകയും മനസ്സിലിട്ട് അത് വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കുകയും ആദ്യം ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമുക്കിത് പുറത്തൊരാളോട് സംസാരിക്കാനൊക്കെ വളരെ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ നമ്മൾ ഈ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഡേ ഡ്രീം ചെയ്യുക, സ്വന്തമായിട്ട് ഡേ ഡ്രീം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കും. അതായത് പകൽ കിനാബ് കാണുക, പകൽ സ്വപ്നം കാണുക എന്നൊക്കെ. അപ്പൊ നമ്മുടെ തന്നെ മനസ്സിൽ ചില സാഹചര്യങ്ങളെ ഇമേജിൻ ചെയ്ത് സങ്കല്പിച്ചിട്ടും ആ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നതായിട്ട് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കുക. ജസ്റ്റ് പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പേഴ്സണൽ ടൈമൊക്കെ കിട്ടുന്ന സമയത്തൊന്ന് മാറിയിരുന്ന മനസ്സിൽ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിട്ടും ആ സമയങ്ങളിൽ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നും ഒക്കെ നമ്മളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് ഇമാജിൻ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ നമുക്ക് പുറത്ത് ആൾക്കാരോട് ഇത് സ്വാഭാവികമായി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ മനഃപൂർവ്വമായിട്ട് ഇത് സംസാരിക്കേണ്ട ആവശ്യമില്ല. ചില സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഈ പഠിച്ച സെന്റൻസുകളെല്ലാം മനസ്സിൽ വെച്ചിട്ട് അതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ മനസ്സിൽ ഇമേജിൻ ചെയ്തിട്ട് ഈ സെന്റൻസുകൾ പറഞ്ഞു നോക്കണം. ഇങ്ങനെ പറഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് ഇതേ സാഹചര്യങ്ങൾ യഥാർത്ഥ റിയൽ ലൈഫിൽ വരുമ്പോൾ ഓൾറെഡി അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇതുപോലെയുള്ള ഇംഗ്ലീഷ് സെന്റൻസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പൊ നമുക്ക് ഇന്നു മുതൽ നമ്മളുടെ ഇംഗ്ലീഷ് പഠനത്തിന്റെ ഒന്നാമത്തെ ഘട്ടമായി ഇമാജിനേഷൻ നിങ്ങൾ പവർഫുള്ളായിട്ട് പ്രൊമോട്ട് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം നമ്മൾ ഈ പഠിച്ച സെന്റൻസുകളെല്ലാം മനസ്സിൽ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു നോക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകാം. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവർക്കും നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനും പഠിക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിന്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ദിവസം. അതിന് മുൻപ് ഒരു ചെറിയ നമ്പർ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുമ്പോൾ ക്ഷമ ചോദിക്കുന്ന അർത്ഥത്തിൽ പല പദങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അവയുടെ യഥാർത്ഥ അർത്ഥമാണ് ഞാൻ ഇനി പറയുന്നത്. ജസ്റ്റ് ഒന്ന് അതുകൂടി പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. ഫോർഗീവ് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കാനുള്ള മനോഭാവം ഉപേക്ഷിക്കുക, ഹൃദയപൂർവ്വം മാപ്പ് കൊടുക്കുക എന്നാണ് ഫോർഗീവ് എന്ന് പറയാം. പ്ലീസ് ഫോർഗീവ് മീ, മാപ്പ് കൊടുക്കുക. ഓക്കെ. അടുത്ത് പാർഡൺ, കുറ്റവാളിക്ക് കിട്ടിയ ശിക്ഷയിൽ നിന്നും മോചനം നൽകുക. 4 മിസ്റ്റേക്ക്. അടുത്തത് മിസ്റ്റേക്ക്, തെറ്റിദ്ധരിക്കുക, വേണ്ട വിധത്തിൽ ധരിക്കാതിരിക്കുക. മിസ്റ്റേക്ക് തെറ്റ് എന്നാണ്, തെറ്റിദ്ധരിക്കുക. വെർബലാണ് മിസ്റ്റേക്ക്. അടുത്ത അപ്പോളജൈസ്, തെറ്റ് സമ്മതിക്കുക. സോറി അഡ്ജക്റ്റീവാണ്, ഖേദം. ഐ ആം സോറി, ഞാൻ ഖേദിക്കുന്നു. ഐ ബെഗ് യുവർ പാർഡൺ, ഒരു കുറ്റവാളി തന്റെ തെറ്റിനുള്ള ശിക്ഷ കുറയ്ക്കാൻ ന്യായാധിപനോട് പറയുന്നതാണ് ഇത്. പാർഡൺ എന്ന പദത്തിന്റെ മൂല ആശയം ഇതാണ്. പക്ഷേ ഇക്കാലത്ത് സാധാരണ സംഭാഷണങ്ങളിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും മര്യാദ എന്ന നിലയിൽ ഈ പദം ഉപയോഗിക്കാറുണ്ട്. ഫോണിൽ സംസാരിക്കുമ്പോൾ മറുവശത്ത് നിന്ന് പറയുന്നത് കേൾക്കാൻ വയ്യെങ്കിൽ ഐ ബെഗ് യുവർ പാർഡൺ എന്നോ പാർഡൺ എന്നോ ആണ് പറയാറ്. ഇതിന്റെ അർത്ഥം നിങ്ങൾ ശരിക്ക് പറയുന്നു, പക്ഷേ എനിക്ക് കേൾക്കാൻ വയ്യ എന്നാണ്. ദയവായി അത് ഒന്നുകൂടി പറയൂ എന്ന അർത്ഥത്തിൽ പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് എന്നും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പൊളൈറ്റ് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നെക്സ്റ്റ് ഡേ നമ്മൾ പഠിക്കുന്നത് എക്സ്ക്ലമേഷൻസ് ആണ്. എക്സ്ക്ലമേഷൻ
അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ എക്സ്ക്ലമേഷൻ അഥവാ ആശ്ചര്യ പദങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഈ വീഡിയോ, ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൂടി ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കാം. നമുക്കൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നല്ലൊരു വിജയവും സമൃദ്ധിയും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വിജയാശംസകൾ. Okay, bye, see you. If you like this video, please like, share, comment and subscribe this channel. Thank you so much.